പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി ആയിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് നാം ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്നത് രണ്ട് തരം വിശ്വാസത്തെക്കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങൾ. ഒന്നാമത്തെ വിശ്വാസം ജയിക്കുന്ന വിശ്വാസം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജയിക്കുന്ന വിശ്വാസം. അതാണ് ഞാൻ നിങ്ങളോട് ഒന്നാമതായി പറയുന്ന വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സഹിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. രണ്ട് തരത്തിലുള്ള വിശ്വാസം. നമുക്ക് എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 33 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. 35 വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം വരെ ഞാൻ വായിച്ചുള്ളൂ. തുടർന്നുള്ള വാക്യങ്ങൾ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ വായിക്കും. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ വിശ്വാസത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസം വന്ന് അവർ വിശ്വാസത്താൽ വലിയ അത്ഭുതങ്ങൾ അവർ ചെയ്തു. അവിടെ വായിക്കുന്നത് അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലത്തെ കെടുത്തി. അങ്ങനെ ഒരു വലിയ പട്ടിക അത്ഭുതങ്ങളുടെ, വിശ്വാസത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ വലിയൊരു പട്ടിക. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ നമുക്ക് ആവേശം തരുന്ന, സ്തോത്രം പറയാൻ തോന്നുന്ന, ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ഇങ്ങനൊരു സാക്ഷ്യം കേൾക്കുന്നവർ അല്ലെ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇങ്ങനൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആവേശമുണ്ടാകും. നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതിക്കും. കാരണം എത്ര അത്ഭുതകരമായി വിശ്വാസത്താൽ അവർ വൻ കാര്യങ്ങളെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കായി ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതാണ് വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം രണ്ടാമത്തെ വിശ്വാസം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതാണ് 35 വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുതൽ. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളുകളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളുകളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു,
ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഭാഗം തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അവിടെ പറയുന്നു, അവിടെ ചിലർ പരിഹാസമേറ്റു, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളുകളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒത്തിരി താഴ്ചകളിലൂടെ, തകർച്ചകളിലൂടെ അവർ കടന്നുപോയി. ഒത്തിരി ഉപദ്രവങ്ങളും കഷ്ടങ്ങളും അവർ സഹിച്ചു. അവിടെ പറയുന്ന അവസാനം അവർ കാടുകളിലും മലകളിലും ഗുഹകളിലുമൊക്കെ ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ കാര്യവും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുന്നതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ലോകപ്രകാരം നോക്കുമ്പോൾ ഇങ്ങനെ തകർക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട, ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയ, കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഇവരുടെ പേരും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എന്തുകൊണ്ട് എഴുതി വെച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കിയ ഒരു കൂട്ടർ, നീതി നടത്തിയ ഒരു കൂട്ടർ, വാഗ്ദത്തം പ്രാപിച്ചവര്, സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞവര്, തീയുടെ ബലത്തെ വിശ്വാസത്താൽ അടച്ചപ്പോൾ മറ്റൊരു കൂട്ടർ ഇതാ പരിഹാസവും ചമ്മട്ടിയും ചങ്ങലയും നിന്ദയും അപമാനവും സഹിക്കുന്ന മറ്റൊരു കൂട്ടർ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ ആ വിശ്വാസത്തിലൂടെ വെളിപ്പെടുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് അതേ വിശ്വാസമുള്ളവർ തന്നെയാണ്. വിശ്വാസത്തിന് ഒരു മാറ്റവുമില്ല. പക്ഷെ ഇവരുടെ വിശ്വാസം പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിലല്ല, അല്ലെങ്കിൽ കഷ്ടങ്ങളും പ്രതിസന്ധികളെ ചാടിക്കടക്കുന്നതിലല്ല, അതിനെ ഒഴിവാക്കുന്നതല്ല, തീയുടെ ബലത്തെ കെടുത്തുന്നതിലല്ല. പകരം ആ തീയുടെ, അല്ലെങ്കിൽ ആ കഷ്ടതയുടെ, ആ കൈപ്പേറിയ അനുഭവത്തെ സഹിക്കുന്നതിലൂടെയാണ് അവരുടെ വിശ്വാസം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് രണ്ടും ശ്രേഷ്ഠകരമായ വിശ്വാസമാണ്. കഷ്ടതകളെയും പ്രയാസങ്ങളെയും ജയിക്കുന്ന വിശ്വാസം അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസമാണ്. മുന്നിലൊരു പ്രതികൂലം വരുമ്പോൾ, മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ അതിനെ ചാടിക്കടക്കുന്നത്, അതിനെ ഒഴിവാക്കുന്നത്, വിശ്വാസത്താൽ അതിനെ ജയിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതുപോലെ തന്നെയാണ് പ്രതിസന്ധിയെ സഹിക്കുന്ന വിശ്വാസം. എന്തുകൊണ്ടാണ് ഇത് രണ്ടും അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും തുല്യമാണെന്നും ഞാൻ പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ജീവിതവും, രണ്ട് വിശ്വാസത്തിന്റെ മേഖലയും നമുക്കായി വച്ചിരിക്കുന്നത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ദൈവമാണ് ഇങ്ങനെ ഒരു ജീവിതം നമുക്കായി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജയിക്കാനുള്ള വിശ്വാസവും സഹിക്കാനുള്ള വിശ്വാസവും, അല്ലെ, ഈ ജയിക്കുന്ന ഒരു ജീവിതവും സഹിക്കുന്ന ഒരു ജീവിതവും ദൈവമാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഈ സാക്ഷികളുടെ സമൂഹത്തെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്ന കാര്യമാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം
സ്ഥിരതയോടെ ഓടുക. അവിടെ ഒരു പദം, ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പദമുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടതാ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുമ്പിൽ ഓടുവാൻ ഒരു ഓട്ടം ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് ആ ഓട്ടം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആ ഓട്ടത്തിനകത്ത് പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ മുമ്പിൽ വരുമ്പോൾ ആ ചെങ്കടലിനെ ശാസിച്ച് രണ്ടായി വഴിയൊരുക്കി അതിലൂടെ പോകുവാനുള്ള ഒരോട്ടം ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എന്നാൽ സ്തോത്രം, അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുവാനുള്ള, സഹിക്കുവാനുള്ള ഒരോട്ടവും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്ത് അങ്ങനെയാണ് ദൈവം കാര്യം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് നിലയിലാണ് ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഒന്ന്, കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ, ജയിക്കുവാനുള്ള വിശ്വാസം. രണ്ട്, ഏത് കഷ്ടത്തെയും സഹിക്കുവാനുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അല്ലേ, എബ്രായ വീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ അത്ഭുതം ചെയ്തവരുടെ പട്ടിക എഴുതിയതുപോലെ വിശ്വാസത്താൽ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളെയും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് വേണ്ടി സഹിച്ചവരെയും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവരെ എല്ലാം കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, 12-ാം അധ്യായം തുടങ്ങുമ്പോൾ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, ജയിച്ചവരെ, വിശ്വാസത്തിൽ ജയിച്ചവരെ, വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ കഷ്ടം സഹിച്ചവരെ, ഇത് രണ്ടു കൂട്ടരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. രണ്ട് വിശ്വാസവും ദൈവത്തിന് വിലപ്പെട്ട വിശ്വാസമാണ്. ഇത് ദൈവം വെച്ചിരിക്കുന്ന വഴിയാണെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രണ്ട് തരത്തിലുള്ള വിശ്വാസം, രണ്ട് തരത്തിലുള്ള മനുഷ്യർ, രണ്ട് തരത്തിലുള്ള ജീവിതം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രണ്ട് തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, രണ്ട് തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. കർത്താവേ, വിശ്വാസത്താൽ ജയിച്ചവർ, വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്തവർ, വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, മറുവശത്ത് വിശ്വാസത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവർ, വിശ്വാസത്തിന് വേണ്ടി ദുരിതം അനുഭവിച്ചവർ, വിശ്വാസത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തവർ. എൻ്റെ കർത്താവേ, ഈ രണ്ട് ജീവിതവും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നു പോകുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കഷ്ടങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നിൽക്കുവാൻ, സഹിക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ചില പ്രതിസന്ധികളെ ഞങ്ങൾ തകർത്ത് മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിൽ വരുമ്പോൾ സ്തോത്രം, ഭയപ്പെടാതെ വിശ്വാസത്താൽ കഷ്ടങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കുവാൻ, ചാടിക്കടക്കുവാൻ അതിനുള്ള വിശ്വാസവും കൃപയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. വചനം കേട്ടതിന് ജനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണം. യേശുക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെടുത്ത് കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.